ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നു. ആസൂത്രിതമായ ഈ തട്ടിപ്പിൽ ബോർഡിന് വീഴ്ചയില്ലെന്ന മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും വാദങ്ങളെ തകർക്കുന്ന വിവരങ്ങളാണ് ഒരു ഉദ്യോഗസ്ഥന്റെ ശക്തമായ ഇടപെടലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2019 സംഭവിച്ച ഗുരുതരമായ വീഴ്ച 2025 ആവർത്തിക്കാനുള്ള ശ്രമമാണ് തിരുവാഭരണം കമ്മീഷണറുടെ സമയോചിതമായ ഇടപെടൽ കാരണം തടഞ്ഞത്. 2024 നവംബർ 1 നിലവിലെ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിന്റെ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ അംഗീകാരം നൽകിയിരുന്നു. ഇത് 2019 നടന്ന അതേ തട്ടിപ്പിന് കളമൊരുക്കുകയായിരുന്നു. എന്നാൽ തിരുവാഭരണം കമ്മീഷണർ റെജുലാലിന്റെ ഇടപെടലാണ് ഈ നീക്കം തടയാൻ നിർണായകമായത്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ഒരിക്കൽ സ്വർണം പൂശിയ പാളി വേർപ്പെടുത്തി വീണ്ടും പൂശാൻ സാങ്കേതികമായി കഴിയില്ലെന്ന് കമ്മീഷണർ ബോർഡിനെ രേഖാമൂലം അറിയിച്ചു. വിവാദ ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്ക് സാങ്കേതിക വിദ്യയുണ്ടെന്ന് അവർ അറിയിച്ചു. എന്നാൽ തിരുവാഭരണം കമ്മീഷണർ നിലപാടിൽ ഉറച്ചു നിന്നു. ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നിർബന്ധമായും അനുഗമിക്കണമെന്ന കർശന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. പോറ്റി ഇതിനെ എതിർത്തു. സ്റ്റാഫ് കൂടെ വന്നാൽ ചെലവ് വഹിക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചെങ്കിലും തിരുവാഭരണം കമ്മീഷണർ കരുതലോടെയുള്ള യാത്ര നിർബന്ധമാക്കി. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്ന യാത്രയിൽ സ്റ്റാഫിന്റെ യാത്രാ ചെലവ് താൻ വഹിക്കില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തറപ്പിച്ച് പറഞ്ഞത് ദുരൂഹത വർദ്ധിപ്പിച്ചു.